സുപ്രീം കോടതിയിൽ രാഷ്ട്രപതിയുടെ റഫറൻസിൽ വാദം തുടരുന്നു എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോടതി സ്വീകരിച്ച നിലപാട് അത് കേന്ദ്രത്തിന് വലിയ തിരിച്ചടി നൽകുന്നതായിരുന്നു. സുപ്രീം കോടതി പറഞ്ഞത് ഒരു കാരണവശാലും ഗവർണർമാർ ഇങ്ങനെ ബില്ലുകളിൽ അടയിരിക്കുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്നാണ്. ഇന്ന് എതിർക്കുന്നവരുടെ വാദമാണോ അനുകൂലിക്കുന്നവരുടെ വാദമാണോ? മേലുള്ള വാദം സുപ്രീം കോടതിയിൽ തുടരും. ഇന്ന് റഫറൻസിനെ എതിർക്കുന്നവരുടെ വാദമാണ് സുപ്രീം കോടതിയിൽ നടക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ റഫറൻസിനെ അനുകൂലിക്കുന്ന പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ വാദം പൂർത്തിയായിരുന്നു. ഇന്ന് റഫറൻസിനെ എതിർക്കുന്ന കക്ഷികളുടെ വാദമാണ്, പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ വാദമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നടക്കുക. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ നേരത്തെ സുപ്രീം കോടതിയിൽ ഈ റഫറൻസിനെ അനുകൂലിച്ചുകൊണ്ട് നിലപാടുകൾ എടുത്തപ്പോൾ പറഞ്ഞിരുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനം അതിൻ്റെ ചുമതല നിർവഹിക്കുന്നില്ലെങ്കിൽ മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിന് നിർദ്ദേശം നൽകാൻ കഴിയില്ല എന്നൊരു കാര്യം നേരത്തെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. പക്ഷേ അപ്പോഴുമൊക്കെ തന്നെ ഈ പല ഘട്ടങ്ങളിലും സുപ്രീം കോടതി വലിയ വിമർശനം തന്നെ ഗവർണർമാരുടെ നിലപാടിലേക്ക് ഉന്നയിച്ചിരുന്നു. കാരണം 6 മാസത്തോളം ഒരു ബില്ല് തടങ്ങി വയ്ക്കുന്നത് അല്ലെങ്കിൽ ഒരു ഗവർണർ പിടിച്ചു വയ്ക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുകയില്ല എന്നതായിരുന്നു ചീഫ് ജസ്റ്റിസ് നേരത്തെ തന്നെ ഈ വാദം നടക്കുന്ന വേളയിൽ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾക്ക് ഈ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടയിലുള്ള ഒരു സുപ്രധാന കണ്ണിയാണ് ഈ ഗവർണർ പദവി എന്ന കാര്യം കൂടി സുപ്രീം കോടതി നേരത്തെ ഓർമ്മിപ്പിച്ചതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഗവർണർമാരുടെ ഭാഗത്തു നിന്ന് അനന്തമായി ബില്ല് പിടിച്ചു വയ്ക്കുന്ന നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ന്യായീകരിക്കാൻ കഴിയില്ല എന്നതായിരുന്നു സുപ്രീം കോടതി ഇതിനോടൊപ്പം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഈ രാഷ്ട്രപതിയുടെ റഫറൻസിനെ എതിർക്കുന്ന കക്ഷികളുടെ വാദമാണ് സുപ്രീം കോടതിയിൽ നടക്കുക. അത് പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ് ഇതിനെ ശക്തമായി എതിർത്തുകൊണ്ടുള്ള വാദം ഇന്ന് കോടതിയിൽ നിരത്തുക. മനു, ഏതായാലും ആ രീതിയിൽ വാദം മുന്നോട്ട് പോകുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഈ റഫറൻസിനെ അനുകൂലിക്കുന്ന, അപ്പോൾ സ്വാഭാവികമായും അത് BJP സംസ്ഥാനങ്ങൾ തന്നെയായിരിക്കും, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെയായിരിക്കും. അവരുടെ വാദമാണ് ഇന്നിപ്പോൾ നടക്കാൻ വേണ്ടി പോവുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരുടെ വാദം നടന്ന സമയത്ത് അവർ പറഞ്ഞത് ഗവർണർക്ക് വിവേചനാധികാരം കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സുപ്രീം കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്, അങ്ങനെ ഗവർണർക്ക് എല്ലാ കാര്യത്തിലും വിവേചനാധികാരം കൊടുത്താൽ പണബില്ലുകൾ അവതരിപ്പിക്കുന്നത് പോലും തടയപ്പെടും, തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ എല്ലാ സാധ്യതകളും ഇല്ലാതാക്കുമെന്ന ഏറ്റവും ഗൗരവതരമായ നിരീക്ഷണങ്ങളും സുപ്രീം കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തുന്നത് കണ്ടതാണ്. എന്നിട്ട് സുപ്രീം കോടതി അടിവരയിട്ടൊരു കാര്യം പറഞ്ഞു, തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് തന്നെയാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അധികാരം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കോടതി